ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, നമ്മൾ പറഞ്ഞാലേ അവർക്ക് അറിയത്തുള്ളൂ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അയൽനാടായ കുറ്റാലത്താണ്. കുറ്റാലത്ത് എവിടെ നിൽക്കുന്നതെന്ന് പറയാം. ഒരു കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറ്റാലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് കേട്ടോ. അറിയാത്തവർക്ക് പറഞ്ഞു തരുന്നത്, അറിയാവുന്നവർ ക്ഷമിച്ചേക്കുക. കുറ്റാലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. കേരളത്തിന്റെ സ്വന്തം കൊട്ടാരം തമിഴ്നാട്ടിലുള്ളത് ആകെ ഒരെണ്ണം ഇതാ. അതെ അതെ, കേരള പാലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. PWDയുടെ അണ്ടറിലുള്ളതാണ്. നമുക്ക് PWDയിൽ നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ പേജ് എടുക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് കുറ്റാലം പാലസ് കിട്ടും. അത് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം, വരാം. ഇതൊരു രാജ കൊട്ടാരമാണ്. രാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരമാണ്. കുറ്റാലം വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു കൊട്ടാരമാണ്. ഈ അടുത്താണ് ഇതിന്റെ റിനോവേഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. പബ്ലിക്കിന് വേണ്ടി ഇത്ര ഓപ്പൺ ആക്കിയത്. ഞങ്ങളുടെ സൗണ്ട് എത്ര കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഭയങ്കര കാറ്റ്. പിന്നെ ഉണ്ടല്ലോ വലിയ വലിയ മരങ്ങളൊക്കെ കാണാം കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള. ഞാൻ കാണിച്ചു തരാം. ഈ മരം ഒന്ന് നമ്മൾ പിടിച്ചാൽ തന്നെ ഇത്രയുണ്ട്. അതൊരു സൈഡാട്ടോ, ഒന്നും ആയിട്ടില്ല. ഞാൻ തന്നെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഞങ്ങൾ 5 പേരും കൂടെ വട്ടം നിന്നാൽ കൂടാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതിന്റെ എൻട്രൻസിൽ ഒത്ത നടുക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മനോഹരമായ കാഴ്ച അല്ലെ. എന്തുകൊണ്ടാണ് രാജാവ് ഇവിടെ കൊട്ടാരം പണിഞ്ഞെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇല്ലയോ? എന്തുകൊണ്ടാണ് പണിഞ്ഞെന്ന് മനസ്സിലാവും. നമുക്ക് ആ എൻട്രൻസിന്റെ നടുക്ക് പോയിരുന്നിട്ട് ഒരു വ്യൂ നോക്കാം. എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. കുറ്റാലത്ത് തന്നെ പ്രൈമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തുവാണെന്ന് നമുക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. അല്ലേ? എന്തുവാ ഈ രാജാവ് ഉദ്ദേശിച്ചേക്കുന്നത് നമുക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം റെക്കോർഡ് ചെയ്തത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതിൽ പകുതി പോലും ഇതിൻ്റെ അകത്ത് റെക്കോർഡായിട്ടില്ല. കാർ ഷെഡിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ രാജാവിൻ്റെ സിമ്പിൾ എംബ്ലം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വരാന്തിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് കേട്ടോ കുറ്റാലം വെള്ളച്ചാട്ടം. ഇത്രയും മനോഹരമായ കാഴ്ച തരുന്നൊരു പ്രോപ്പർട്ടി ഈ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ മഴയുടെ കണക്കനുസരിച്ചിട്ടാണ് ശരിക്കും ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കൂടുന്നതും കുറയുന്നതും. ഇപ്പം മഴയൊക്കെ ഒരു അല്പം കുറഞ്ഞ് നിൽക്കുമായതുകൊണ്ടാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ. അല്ല, ശരിക്കുള്ള കാലവർഷ സമയമാണെങ്കിൽ ഇത് നിറഞ്ഞാണ് കേട്ടോ ഒഴുകുന്നത്. നട്ടുച്ചയ്ക്ക് പോലും മുറ്റത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് വെയിൽ വീഴത്തില്ല കേട്ടോ. കാര്യം ചുറ്റോട് ചുറ്റും ഒരുപാട് മരങ്ങളാണ് നിൽക്കുന്നത്. ആലും ആര്യവേപ്പും മാവും അങ്ങനെ പലതരം മരങ്ങൾ. ഇവിടുത്തെ കാറ്റിൻ്റെ കാര്യമാണ് പറയാനും ഇല്ല. ഇതിവിടെ നിൽക്കുന്ന ഒരു മുത്തശ്ശി മാവാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, അതായത് മഹാരാജാവിൻ്റെ കാലത്തേ ഉള്ളൊരു മാവാണിത്. ഇതിൻ്റെ അളവെടുക്കാനായിട്ട് ഞങ്ങൾ ആഞ്ഞൊന്ന് ശ്രമിക്കുവാണ് കേട്ടോ. മുമ്പിൽ നിൽക്കുന്ന മാവാണ്. ഞങ്ങളൊരു അളവെടുക്കുവാണ്. ഇത്രയും പേര് കൂടി പിടിച്ച് ആണ് നമ്മൾ മാവിനെ അളന്നുകൂടിയിരിക്കുന്നത്. അത്രയും വലിപ്പമുള്ള മാവാണ്. നൈസ് നൈസ് നൈസ്. ഇവിടുത്തെ കാറ്റ് ഭയങ്കരമായ കാറ്റാണ് കേട്ടോ. ഇതിന്റെ അകത്ത് പിന്നെ വേറെ ആരുമില്ല, ഒരു ശബ്ദമോ ശല്യമോ ഒന്നുമില്ല. നല്ല രസമാണ്. വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. PWDയുടെ ആണ്. ഇതിന്റെ റേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉടനെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പാലസിലെ 5 പേർക്ക് കിടക്കാവുന്ന സ്യൂട്ട് റൂമായിരുന്നു കേട്ടോ. ഇത് 5 പേർക്ക് കിടക്കാവുന്ന സ്യൂട്ട് റൂമാണ്. സ്യൂട്ട് റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ വലിയ ഹോട്ടലുകളിലെ സ്യൂട്ട് റൂം വിചാരിക്കരുത്. ഇതൊരു പഴയ കൊട്ടാരമാണ്. പക്ഷേ സൗകര്യങ്ങളുണ്ട്, നല്ല സൗകര്യമുണ്ട്. 5 പേർക്ക് കിടക്കാമെന്നാലും 3 കട്ടിൽ അവിടെ, 2 കട്ടിൽ ഇവിടെ സുഖമായിട്ട് കിടക്കാം. നമുക്ക് കിടക്കുന്നതിന് കട്ടിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ റൂമിൻ്റെ ആംബിയൻസ് ആ പഴയ AC ഒക്കെ ഉണ്ട്. ഒരു പഴയ കെട്ടിടത്തിൻ്റെ ആംബിയൻസ് ആണ് ഉള്ളത്. നമുക്കൊരു സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് അല്ല. അതിനുശേഷം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിനകത്ത് നല്ല വിശാലമായ ബാത്റൂമാണ്. അതുകൂടാതെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് റൂം പോലെയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. ഈ റൂമിന് എത്ര വില? 3500 രൂപ.
3500 രൂപയാണ് ഈ മുറിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള മുറികളുണ്ട്. അവരുടെ PWDയുടെ സൈറ്റിൽ എല്ലാ മുറികളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും PWDയുടെ വെബ്സൈറ്റിൽ കയറി ഈ മുറികളുടെ ഡീറ്റെയിൽസും ഈ പറയുന്ന റേറ്റ്സും ഒക്കെ മനസ്സിലാക്കണം. ഇതിവിടെയുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെയും താമസമൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ സൈറ്റിൽ കയറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം നമുക്കിതൊന്നും ഓപ്പൺ ചെയ്ത് കാണാനായിട്ടുള്ള പെർമിഷൻ ഒന്നും ഇല്ല. ഇത് കണ്ടോ, ഇതാണ് കുഴിയാനയുടെ കുഴി. കണ്ടോ, കുഴിയാനയുടെ കുഴി കണ്ടോ? ഇതെല്ലാം കുഴിയാനയുടെ കുഴികളാണ്. കുഴിയാന തെറിപ്പിക്കുന്ന കാണണോ? മണ്ണ് തെറിപ്പിക്കുന്ന കാണണോ? നോക്കിക്കോണേ, ഞാനത് കാണിച്ചു തരാം. തെറിപ്പിക്കുന്നുണ്ടോ? തെറിപ്പിക്കുന്നുണ്ടോ? കുഴിയാന തെറിപ്പിക്കുന്നുണ്ടോ? കണ്ടോ? നോക്കിക്കോണേ, കണ്ടോ? മണ്ണ് കണ്ടോ? മണ്ണ് തെറിപ്പിക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ അവൻ പിടിക്കുക നോക്കുക, ഈ ജന്തുവിനെ പിടിക്കാൻ നോക്കുക. കണ്ടോ, മണ്ണ് തെറിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ കൊട്ടാരത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ബാക്കിലൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മലനിരകളാണ്. അതൊക്കെയാണെങ്കിലോ ഫുൾ ടൈം മഞ്ഞൊക്കെ മൂടി ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ഇത്. ഈ നിൽക്കുന്നതെല്ലാം പനയാണ് കേട്ടോ. നമ്മുടെ പനനൊങ്ക് കിട്ടത്തില്ലേ, ആ സാധനമാണ് ഈ നിൽക്കുന്നത്. തിരക്കിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞ് സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ളൊരു വീക്കെൻഡാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഇത് ആപ്റ്റായിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും കേട്ടോ. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് കൂടാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് മെയിൻ പാലസിലെ കാഴ്ച കണ്ടാലോ? അകത്തോട്ട് കയറാം. അപ്പോൾ ഇങ്ങനെ 3 ഡോറുകളാണ് ഇവിടെ ഉള്ളത്. 1, 2, 3 ഇങ്ങനെ 3 ഡോറുകൾ വളരെ വിശാലമായ ഡോറുകളാണ്. ഒന്ന് ഓപ്പൺ ചെയ്യാമോ? താഴെ മണിച്ചിത്ര താഴെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറുവാണ്. ഇത് വളരെ വിശാലമായ ഒരു ഹോളാണ് ഇതിനകത്ത് കേട്ടോ. വളരെ വിശാലമായ ഒരു ഹോള്, ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുന്നത്. ഇത് ദർബാറായിരുന്നു കേട്ടോ. ആക്ച്വലി രാജാവിൻ്റെ കൊട്ടാരം ഇതല്ല, ഇത് രാജാവിൻ്റെ ദർബാറായിരുന്നു, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഉമ്മറ മീൻസ് ഈ എൻട്രൻസിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കുറ്റാലം വെള്ളച്ചാട്ടമാണ്. രാജാവ് സഭ കൂടുന്നതും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും ദാ ഇവിടെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൂം കഴിഞ്ഞ് നമ്മൾ ഡോറ് തുറന്ന് ചെല്ലുന്നത് ഒരു ഇടനാഴിയിലേക്കാണ്. ഈ ഇടനാഴിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് ഭയങ്കര നീളമാണ്. ഒരു വശത്തേക്ക് തുറക്കുന്നത് മുഴുവൻ മുറ്റത്തേക്കുള്ള ഡോറുകളും മറുഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മുറികളുമാണ്. പിന്നെ ഇഷ്ടം പോലെ ജനലുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു ഇടനാഴിയാണ് ഇത്. ഈ ഇടനാഴി തുറന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു നടുമുറ്റത്തേക്കാണ് കേട്ടോ. അത് 2 നടുമുറ്റമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും ഓരോ ബെഡ്റൂമുകളും അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് അടുക്കള ഭാഗത്തേക്കാണ്. ഇപ്പം ഈ ഭാഗമൊന്നും താമസയോഗ്യമാക്കിയിട്ടില്ല എങ്കിലും ഇതെല്ലാം നമ്മൾ പബ്ലിക്കിന് ഓപ്പൺ ആണ് കേട്ടോ. കയറി കാണാനും ഇതെല്ലാം മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഇവിടെയുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ലും എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഭൂമിക്കടിയിൽ ഒരു കുഴി കുഴിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ആട്ടുകല്ലൊക്കെ. ഇതൊക്കെ പിള്ളേർക്കൊരു പുതിയ അനുഭവമായിരുന്നു. എന്താണെങ്കിലും പഴയ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൊക്കെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു സ്പെസിമെനും കൂടിയാണ് കേട്ടോ ഈ കൊട്ടാരം. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ആണെങ്കിലും കല്ലിൽ കൊത്തി ഉണ്ടാക്കിയേക്കുന്ന നോവൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. PWDക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും എത്തത്തുള്ളൂ. ഇതെല്ലാം നമ്മളെപ്പോലുള്ള പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്.
തമിഴ്നാട് കാണാൻ വരുന്നവർക്ക് വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല കാഴ്ചകളുള്ള ഈ തമിഴ്നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പാലസാണ് ഈ കേരള പാലസ്. അപ്പോൾ മറക്കാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തേക്കണേ. ഒപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.